ഇവരാണ് എൻ്റെ മാതാപിതാക്കൾ. ഭൂമിയിലെ കാണപ്പെട്ട ദൈവങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ഞാൻ നിസ്സംശയം പറയും എൻ്റെ മാതാപിതാക്കളാണ്. കാണപ്പെട്ട ദൈവങ്ങൾ നമ്മളുടെ മാതാപിതാക്കളാണ്. അവരെ സ്നേഹിച്ചിട്ട് ശരിക്കും അവരെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. കാരണം ദൈവത്തെ നമുക്ക് കാട്ടിത്തന്ന ഭൂമിയിലെ ദൈവങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളാണ്. അതുപോലെ നമുക്ക് ഗുരുക്കന്മാരെ കാണിച്ചു തന്നത് മാതാപിതാക്കളാണ്. നമ്മളുടെ ലോകത്തിലുള്ള മറ്റു കാര്യങ്ങളും എല്ലാം നമ്മളെ പരിചയപ്പെടുത്തിയത് നമ്മുടെ മാതാപിതാക്കളാണ്. ശരിക്കും ഈ മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൊണ്ട് നാം എന്ത് നേടിയാലും, ഈ ലോകത്തിൽ എന്തെല്ലാം നമ്മൾ സൗഭാഗ്യങ്ങൾ വെട്ടിപ്പിടിച്ചാലും ശരിക്കും അതൊന്നും ശാശ്വതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരുടെ കണ്ണീര് വീണിട്ട് നാം എന്തെല്ലാം നേടിയെടുത്താലും അതൊന്നും ശാശ്വതമല്ല. അത് നാശത്തിലേക്കുള്ള വാതിലാണ്. പലപ്പോഴും ഇന്ന് സംഭവിക്കുന്നത് എന്താണ്? പല മാതാപിതാക്കളും ഇന്ന് അനാഥാലയങ്ങളിലും അതുപോലെ വീട്ടിൽ, ശരിക്കും ചില വീടുകളിൽ പോലും അനാഥാലയത്തിൽ കഴിയുന്ന അവസ്ഥയിലാണ്. നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കണം. കാരണം നമ്മളെ സ്നേഹിക്കുകയും കറകളഞ്ഞ് ജീവിതത്തിൽ ഈ ലോകത്തിൽ നമ്മളെ സ്നേഹിച്ചത് നമ്മുടെ മാതാപിതാക്കളാണ്. അല്ലാതെ വേറെ ആരും നമ്മളെ കറകളഞ്ഞ് സ്നേഹിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കടപ്പാടുണ്ടെങ്കിൽ അത് 3-4 പേരോട് മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ മാതാപിതാക്കളാണ് എൻ്റെ ഭൂമിയിലെ കാണപ്പെട്ട ദൈവം. അപ്പോൾ അവരെയാണ് എൻ്റെ ജീവിതത്തിലെ എൻ്റെ എല്ലാം. അവരെ വേദനിപ്പിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ സിദ്ദിഖ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ തകർച്ചയിൽ ഞാനില്ലാതെ ഈ ലോകത്തിൽ നിന്ന് പോകുന്ന അതുപോലത്തെ അവസ്ഥയിൽ എന്നെ ചേർത്ത് പിടിച്ച് എനിക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും തന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ സിദ്ദിഖ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഇളയ സഹോദരിയും അളിയനും ഒക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെയാണ് നമ്മളെ ഈ ജീവിതത്തിൽ നമ്മൾ കരഞ്ഞപ്പോഴും നമ്മൾ സന്തോഷിച്ചപ്പോഴും നമ്മുടെ കൂടെ നിന്ന് നമുക്ക് വേണ്ടുന്നതായ ഫുൾ എനർജി നൽകിയ ആൾക്കാർ. ഇവരെ മറന്നുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൊണ്ട് നമ്മളെ ജീവിതത്തിൽ ഒരു കാര്യവും ചെയ്യരുത്. ഭൂമിയിലെ കാണപ്പെട്ട ദൈവം എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളാണ്. പിന്നെ നമ്മളെ സഹായിച്ച ഒരു വ്യക്തിയെ നമുക്ക് മറക്കാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളെ സഹായിച്ചിട്ടില്ലേ? നമ്മൾ കണ്ടിട്ടുള്ളതും കാണാത്തതുമായ ഒരുപിടി സഹായങ്ങൾ ചെയ്ത ഒരുപിടി ഫ്രണ്ട്സ് ഇല്ലേ? അവരൊക്കെ നമ്മളുടെ സന്തോഷങ്ങളിലും നമ്മുടെ വേദനകളിലും ഒക്കെ കൂടെ നിന്ന് നമ്മളെ ചേർത്ത് പിടിച്ചില്ലേ? അവരെയൊന്നും നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ ചില ആൾക്കാരെ കണ്ടിട്ട് പോലുമില്ല, പക്ഷേ എന്നെ സ്നേഹിക്കുകയും എനിക്ക് സപ്പോർട്ട് തരികയും എനിക്ക് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്ത, അതായത് ഞാൻ തകർന്ന് തരിപ്പണമായ അവസരങ്ങളിൽ പോലും എന്നെ ചേർത്ത് പിടിച്ച് സാരമില്ല ഞങ്ങളൊക്കെ കൂടെയുണ്ടെന്ന് പറഞ്ഞ് വേണ്ടുന്ന സഹായങ്ങളും സപ്പോർട്ടും ഒക്കെ തന്ന ഒരുപിടി ആൾക്കാരുണ്ട്. അവരോടൊക്കെ എനിക്ക് ഈ അവസരത്തിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഇപ്പം എനിക്ക് നന്ദി എന്ന് മാത്രമേ പറയാനുള്ളൂ. എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയും എനിക്ക് വേണ്ടുന്ന പിന്തുണ നൽകുകയും ചെയ്ത എൻ്റെ ഒരുപിടി നല്ല ചങ്കുകളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. എൻ്റെ ബർത്ത്ഡേക്ക് എന്നെ വിഷ് ചെയ്ത എല്ലാ ചങ്കുകളോടും എനിക്ക് എൻ്റെ നന്ദി, ഹൃദയം നിറഞ്ഞ നന്ദി പറയുവാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുക. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഒരുപാട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് താങ്ങാവുന്നതിലധികം വിഷമങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ അധികം ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷേ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ചില ചങ്കുകൾക്ക് എന്നെ അറിയാം. അവരെന്നെ ആ അവസരങ്ങളിലൊക്കെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരോട് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. മലപ്പുറത്തൊക്കെ ആയിരുന്ന സമയത്ത് ഞങ്ങളൊരു 12 വർഷം മലപ്പുറത്ത് പറഞ്ഞ ഹോട്ടൽ ഫീൽഡായിരുന്നല്ലോ, ബിസിനസ് ചെയ്ത് ജീവിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ആയിരുന്ന സമയത്ത് ഞങ്ങൾക്ക് 2 പേർക്കും ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ, അതായത് മലപ്പുറം ഞങ്ങൾക്ക് ഒരുപാട് നന്മകളും നല്ല ഓർമ്മകളും തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അവിടെയുള്ള ആൾക്കാരും നല്ല ആൾക്കാരാണ്, എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ വിജയത്തിന് ഒരുപാട്. എന്നാൽ ഏതാനും ചില വിരലെ എണ്ണാവുന്ന ആൾക്കാരുടെ ഭാഗത്തുനിന്ന് തിക്താനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്, അത് എല്ലാ സ്ഥലത്തുമുള്ള ഒരു സംഭവമാണല്ലോ. പക്ഷേ എങ്കിലും ഏതാണ്ട് ഒരു 98% നമുക്ക് നല്ല സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ തന്ന് നമ്മളെ അവിടെ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാരാണ്. എനിക്കതുകൊണ്ട് മലപ്പുറം എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു നല്ല സ്ഥലമാണ്. അതുപോലെ തന്നെയാണ് സിദ്ദിഖിൻ്റെ വീട്ടുകാരെ സംബന്ധിച്ചാണെങ്കിലും, സിദ്ദിഖിൻ്റെ വീട്ടിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകും. അവൻ്റെ വീട്ടിൽ പോയി നല്ല ഭക്ഷണങ്ങൾ കഴിക്കും. അതുപോലെ തന്നെ അവരുടെ വീട്ടുകാരുമായിട്ടൊക്കെ സംസാരിക്കും. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ അവരുടെ വീട്ടിൽ അങ്ങനെ നല്ല ഫുഡും ഒക്കെ കഴിച്ച് അവരോടൊക്കെ സംസാരിച്ച് അങ്ങനെ സ്നേഹബന്ധങ്ങൾ ഞങ്ങൾ പുതുക്കിയിരുന്നു. അതുപോലെ സിദ്ദിഖാണെങ്കിലും എൻ്റെ വീട്ടിൽ വരികയും എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുകയും ഫുഡ് കഴിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനത്തെ ഒരു ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ വീട്ടുകാർ തമ്മിൽ ഒരു നല്ല ഒരു ഐക്യവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഈ 2 പേരും ഒന്നിച്ച് പോകുന്നതുകൊണ്ടാണല്ലോ കടയാണെങ്കിലും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതൊരു നല്ല ഒരു അനുഭവം തന്നെയായിരുന്നു. അത് വല്ലാത്തൊരു, ഞങ്ങളെ സംബന്ധിച്ച് അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ ബർത്ത്ഡേക്ക് അവന് ഇവിടെ ഇല്ല, അവൻ ഗൾഫിലാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ എന്നെ സംബന്ധിച്ചുണ്ട്. കാരണം ഇന്നത്തെ ദിവസം അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, നാട്ടിലുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ഏതെങ്കിലുമൊക്കെ സ്ഥലം കാണാനായിട്ടൊക്കെ പോവുകയും അതുപോലെ തന്നെ നല്ല ഫുഡ് കഴിക്കുകയും കുറച്ച് ട്രാവൽ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നതിന്, അതുപോലെ ഡ്രസ്സുകൾ എടുത്തതിന്, എനിക്ക് ആവശ്യമുള്ള ഡ്രസ്സുകളൊക്കെ അവൻ എടുത്തു തരുന്ന ദിവസം അവൻ
എടുത്തു തരും. അതുപോലെ തന്നെ പിന്നെ ഞങ്ങൾ ഹോട്ടലിലൊക്കെ പോയി ഫുഡ് കഴിക്കും. പിന്നെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അങ്ങനെയായിരുന്നു ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അവൻ ഇന്ന് ഗൾഫിലായതുകൊണ്ട് ആഘോഷങ്ങളൊന്നുമില്ല. ഞാൻ വീട്ടിൽ തന്നെയാണ് എൻ്റെ മാതാപിതാക്കളെ നോക്കി. കാരണം അവർക്ക് പ്രായമാണ്. ഞാൻ എൻ്റെ വീഡിയോയിൽ മുമ്പ് പറഞ്ഞല്ലോ, ഇപ്പോൾ അവരെ നോക്കേണ്ട കടമ എൻ്റെയാണ്. കാരണം അതിന് ഒരു മകൻ എന്നുള്ള രീതിയിൽ എൻ്റെ ഉത്തരവാദിത്തത്തോടെ എൻ്റെ കടമയാണ്. അത് ഞാൻ ശരിക്കും നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അവരെ എന്നെ കൊണ്ട് പറ്റുന്നതിലപ്പുറം ഞാൻ നന്നായിട്ട് പരിചരിക്കുന്നുണ്ട്. അവർ ഹാപ്പിയാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം എനിക്കതിൽ സന്തോഷമാണ്. എൻ്റെ മാതാപിതാക്കളെ എൻ്റെ കൂടെ നിർത്തി എനിക്ക് അവർക്ക് വേണ്ടുന്ന പരിചരണം നൽകുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ ഹാപ്പിയാണ്. അവരും ഹാപ്പിയാണ്, എനിക്കറിയാം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞാൻ ഇപ്പം ഞാൻ എൻ്റെ ലൈഫിൽ അവരാണ് എൻ്റെ എല്ലാം. ഇപ്പോൾ ശരിക്കും കൊച്ചു കുട്ടികളെ നമ്മളെങ്ങനെ പരിപാലിക്കുന്നു. എൻ്റെ ചാച്ചിക്കും അമ്മയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ 80 വയസ്സിന് മുകളിലുണ്ട്. അച്ഛന് 84 വയസ്സോളമുണ്ട്, അമ്മയ്ക്ക് 80 വയസ്സിന് മുകളിലുണ്ട്. അപ്പോൾ അവർ ശരിക്കും ഒരു കൊച്ചു കുട്ടികളുടെ മനസ്സ് പോലെയാണ്. കാരണം അവരുടെ പ്രായം അവരെ പരിചരിക്കേണ്ട സമയമാണ്. അപ്പം നമ്മൾ ഒരു കൊച്ചുകുട്ടിയെ എങ്ങനെ പരിചരിക്കുന്നു അതേപോലെയാണ് ഇപ്പോൾ ഞാൻ അവരെ പരിചരിക്കുന്നത്. നമ്മളെ ചെറുപ്പത്തിൽ എങ്ങനെ നോക്കിയോ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ അവരെയും പരിചരിക്കുന്നു. അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. എൻ്റെ മാതാപിതാക്കളെ എത്രയും മാത്രം സന്തോഷിപ്പിക്കാൻ പറ്റുമോ അത്രയും സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ ഞാൻ അവരുടെ കൂടെയാണ് ആഘോഷിക്കുന്നത്. അതിലും ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്ന് അവരുടെ കൂടെ നിന്ന് ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാൻ പറ്റിയതിൽ സന്തോഷം. ഇന്ന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഇറച്ചിയും മറ്റ് കേക്കൊക്കെ മുറിച്ച് സ്പെഷ്യലായിട്ട് കുറച്ച് ഇറച്ചിയൊക്കെ വെച്ച് നല്ല ഫുഡൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എന്നെ വിഷ് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഫേസ്ബുക്കിലൊക്കെ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പേജിൽ എൻ്റെ ബർത്ത്ഡേയുടെ ഒക്കെ ഇത് മനസ്സിലാക്കിയിട്ട് ഈ വീഡിയോ ഇടുന്നതിന് മുമ്പ് തന്നെ എന്നെ വിഷ് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എനിക്ക് രാവിലെ വന്ന ഫോൺ കോളുകളും മെസ്സേജും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ.